എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് അതിലെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്, വൈദ്യുതിയുടെ കറണ്ടിൻ്റെ പലതരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ പ്രധാനപ്പെട്ട 2 ഫലങ്ങളാണ് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും ഈസി ആയിട്ട് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജി ഫോമാണ് ഇലക്ട്രിസിറ്റി. അത് മനസ്സിലാക്കിയ നമ്മൾ ഈ മോഡേൺ ഇറയിൽ, ആധുനിക കാലത്ത് നമുക്കത് തികച്ചും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഊർജ്ജരൂപവുമാണ്. ഒരു നിമിഷം നമ്മൾ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിക്കാൻ പോലും പറ്റാത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എനർജി ടെക്നിക്സ്, അതിൻ്റെ മാറ്റങ്ങൾ, അതിൻ്റെ ഊർജതന്ത്രം എന്താണ്, അതാണ് ഞാനിവിടെ ഒന്ന് ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം അപ്ലയൻസസ്, ഉപകരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് മൈക്രോവേവിനുണ്ട്, മൈക്രോ ഓവൻ, ഇലക്ട്രിക് ബൾബ്, അതുപോലെ ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ സ്റ്റോറേജ് ബാറ്ററി, മിക്സി, അതുപോലെ തന്നെ ഇലക്ട്രിക് ഹീറ്റർ, ഇൻവെർട്ടർ, അങ്ങനെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മൾ ഇന്ന് വീടുകളിലും അതുപോലെ ഓഫീസുകളിലും ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ എന്താ പ്രത്യേകത? ഒരു എനർജിയിൽ നിന്ന് മറ്റൊരു എനർജിയിലേക്ക് അത് കൺവേർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഇലക്ട്രിക് ബൾബ് അതെന്താ നമ്മൾ ഉപയോഗിക്കുക? ഇലക്ട്രിക് ബൾബിൻ്റെ ഉപയോഗം എന്താ? നമുക്ക് ഗിവിങ് ലൈറ്റ്, നമുക്ക് പ്രകാശം തരികയാണ്. അപ്പോൾ അവിടെ ഏത് എനർജി ട്രാൻസ്ഫോർമേഷനാണ് നടക്കുക? നമുക്കറിയാം, ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. അതുപോലെ നിങ്ങൾക്കറിയാം, ഇൻഡക്ഷൻ കുക്കർ എന്താ നടക്കുക? ടു ഗെറ്റ് ഹീറ്റ് പുറത്തേക്ക് വരികയാണ്. ഇലക്ട്രിക്കൽ എനർജി അത് മാഗ്നറ്റിക് എനർജി ആവും, മാഗ്നറ്റിക് എനർജി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അടുത്തത് നോക്കുക, സ്റ്റോറേജ് ബാറ്ററിയിൽ എന്താ ചെയ്യുക? ഫോർ സ്റ്റോറിങ് ഇലക്ട്രിസിറ്റിയെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് എനർജി ചേഞ്ച് ഇൻ ടു കെമിക്കൽ എനർജി, അതായത് വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറും. ഇതുപോലെ മിക്സി, നമുക്കറിയാം, മിക്സി ഗ്രൈൻഡിങ് ആൻഡ് ക്രംബ്ലിങ്, നമുക്ക് അരയ്ക്കുന്നതിനും പൊടിക്കുന്നതിനൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി, അതായത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറും. ഇവിടെ ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്കറിയാം, എനർജി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് എന്നാണ്. അത് തന്നെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമുക്കറിയാം, ഒരിക്കലും നമ്മുടെ എനർജി ഇവിടെ നഷ്ടപ്പെടുന്നില്ല, നമുക്കത് ഉണ്ടാക്കാനും പറ്റില്ല. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇവിടെ ഉള്ളതേ ഇവിടെ ഉള്ളൂ എന്നർത്ഥം. ഇവിടെ ഇല്ലാത്തത് നമുക്ക് ഇവിടെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും, അതിനുണ്ടാക്കാൻ പറ്റില്ല. അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നമുക്കറിയാം, എല്ലാം എനർജിയാണ്. എനർജി നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് ഉപയോഗപ്രദമായിട്ടുള്ള ഊർജ്ജരൂപമായിട്ട് മാറുക. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് എനർജി അഥവാ കറണ്ട് എന്ന് പറയുന്നത് നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഫോമാണ്. അതുകൊണ്ട് ഈ വൈദ്യുതിയുടെ ആ ഒരു മാറ്റം, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ്, ഇഫക്റ്റാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? അതിൽ പ്രധാനപ്പെട്ട 2 ഇഫക്റ്റാണ് ഹീറ്റിംഗ് ഇഫക്റ്റ് ആൻഡ് ലൈറ്റിംഗ് ഇഫക്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? നമുക്കറിയാം, ധാരാളം ഉപകരണങ്ങൾ അപ്ലയൻസസ് നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്.
നമുക്കറിയാം അയൺ ബോക്സ്, ഇലക്ട്രിക് അയൺ എന്ന് പറയും, ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, മൈക്രോവേവ് ഓവൻ ഉണ്ട്, ഇൻഡക്ഷൻ കുക്കറുണ്ട്, ഹീറ്റിംഗ് കോയിലുണ്ട്. ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇതൊക്കെ ഏത് ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വർക്കൗട്ട് ചെയ്യുക? തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും, അതിന് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ വെൻ വി അപ്ലൈസ് ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രിക് കറണ്ട് ഇറ്റ് ഗീവ്സ് ഹീറ്റ്, നമുക്ക് താപം പുറത്തേക്ക് തരും. ആ താപത്തിനെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നർത്ഥം. അപ്പം നമ്മുടെ ലൈഫിനെ കുറേ കൂടി ഈസി ആയിട്ട് നമ്മുടെ ടൈമിനനുസരിച്ച് വേഗത്തിൽ ചെയ്യാൻ സാധിക്കുക, എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുക, അപ്പോൾ മാനുവൽ എഫർട്ട് കുറയ്ക്കുക. ഇത്തരത്തിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് ആ ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തം നമുക്ക് വലിയ നേട്ടമായിട്ട് മാറി എന്നർത്ഥം. അപ്പോൾ ഹീറ്റിംഗ് ഇഫക്റ്റ് നമുക്ക് ധാരാളം ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതിൻ്റെ ഉപകരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്താണ് ഈ ഹീറ്റിംഗ് ഇഫക്റ്റിൽ നമുക്ക് ഈ ഫിസിക്സിലൂടെ പറയാൻ സാധിക്കുക? നമുക്കറിയാം, എല്ലാ വസ്തുക്കൾക്കും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലൂടെ കടത്തിവിടാൻ സാധിക്കില്ല. നമുക്കറിയാം, ഇന്ന് കണ്ട പീരിയോഡിക് ടേബിളിൽ 80% മെറ്റൽസാണ്. ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സ് ആർ കോൾഡ് മെറ്റൽസ്. ഈ ലോഹങ്ങളിൽ മിക്ക ലോഹങ്ങൾക്കും 99.9% ലോഹങ്ങളും ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നതാണ്. വളരെ ഈസി ആയിട്ട് കടത്തിവിടും. കാരണം അവിടെ വാലൻസി ബാൻഡും കണ്ടക്റ്റിംഗ് ബാൻഡും ഓവർലാപ്പ് ആയതുകൊണ്ട് ഫ്രീ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നത് കൊണ്ട് ഇലക്ട്രിസിറ്റി ഈസി ആയിട്ട് അതിലൂടെ കറണ്ട് ഈസി ആയിട്ട് അതിലൂടെ പാസ് ചെയ്യും. സോ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് എന്നാ പറയുക, ഒഴുക്ക്, ആ കറണ്ടിൻ്റെ ഒഴുക്ക് എന്നാ പറയുക, ഐ എന്നാണ് അതിനെ പറയുക, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. ആ കറണ്ട് അതിലെ പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാ കണ്ടക്ടറുകളിലൂടെയും കറണ്ട് ഒരേപോലെ അല്ല കടന്നു പോവുക. കാരണം ആ ഓരോ ഒബ്ജക്റ്റിനും അല്ലെങ്കിൽ ഓരോ കണ്ടക്ടറിനും അതിൻ്റേതായിട്ടുള്ള ഒരു റെസിസ്റ്റൻറ്റ് പവറുണ്ട്, പ്രതിരോധ ശക്തി എന്ന് പറയും, പ്രതിരോധമുണ്ട്. സോ every conductor has its own resistance. According to the resistance, the flow will be changed. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റെസിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഫ്ലോ കുറയുമ്പോൾ അതിലൂടെ വോൾട്ടേജ് കുറയും. അപ്പോൾ നമുക്കതിൻ്റെ ആ ഹീറ്റിംഗ് ഇഫക്റ്റ് കിട്ടും. പ്രതിരോധം കൂടുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഫ്ലോ കറണ്ട് കുറയുന്നു. അപ്പോൾ ആ ഫ്ലോ കറണ്ട് അവിടെ പിടിച്ചു നിർത്തപ്പെടും. ആ റെസിസ്റ്റൻസിലൂടെ അത് ചുട്ടുപഴുക്കും, അത് റെഡ്ലി ഹോട്ടായിട്ട് മാറും. ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് നല്ല ഹീറ്റ് എനർജി, ദാറ്റ് എനർജി വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് ആൻഡ് ദാറ്റ് ഹീറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ബൈ വർക്കിംഗ് സം അതർ അപ്ലയൻസസ്. മറ്റ് അപ്ലയൻസസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് അവിടുത്തെ ഒരു ഊർജതന്ത്രം. ഇവിടെ നമുക്കതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സർക്യൂട്ടിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സെല്ല്, ഒരു സ്വിച്ച്, അതുപോലെ തന്നെ നല്ലൊരു കണ്ടക്ടർ, അതിൽ നമ്മളൊരു നിക്രോം വയർ നമ്മൾ ഉപയോഗിക്കുക. നിക്രോം ഈസ് എ കോമ്പിനേഷനാണ്, നിക്കൽ, ക്രോമിയം എക്സെട്ര അലോയ്സ് ആണ്. അത് നമ്മൾ വെച്ചിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ബൾബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റിംഗ് ഇഫക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ബൾബ് വളരെ ചെറിയ വോൾട്ടേജിൽ കത്തുന്നത് കാണാൻ സാധിക്കും. ഇനി ആ നിക്രോം കമ്പി മാറ്റിയിട്ട് നമ്മളൊരു കോപ്പർ കമ്പി അതിലൂടെ വയ്ക്കുക, അല്ലെങ്കിൽ നല്ലൊരു കണ്ടക്ടർ വയ്ക്കുകയാണെങ്കിൽ ആ കറണ്ട് അതിൽ പാസ് ചെയ്യുകയും പക്ഷെ ബൾബ് നല്ലവണ്ണം പ്രകാശിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? നമുക്കറിയാം, ഒരേ ഇലക്ട്രിസിറ്റിയാണ് പാസ് ചെയ്തത്, ബട്ട് യൂസിങ് ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗാഡ്ജറ്റ്സ് ആണ് ഉപയോഗിച്ചത്. ഒന്ന് നിക്രോം വെച്ചു, നിക്രോം ഈസ് ആൻ അലോയ്. അതിലൂടെ ഇലക്ട്രിസിറ്റി വളരെ പതുക്കെ കടന്നു പോകുള്ളൂ, കാരണം റെസിസ്റ്റൻസ് കൂടുതലുള്ളത് കൊണ്ട് അവിടെ ചൂട് പുറത്തേക്ക് വരികയും നല്ല ചൂട് ഇഫക്റ്റ് തരികയും ചെയ്യും. അപ്പോൾ വോൾട്ടേജ് വിൽ ബി റെഡ്യൂസ്ഡ്. എന്നാൽ കോപ്പർ കമ്പിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
നല്ലൊരു കണ്ടക്ടറാണ്, റെസിസ്റ്റൻസ് കുറവാണ്, അതിലൂടെ ഈസി ആയിട്ട് കറണ്ട് പാസ് ചെയ്യുകയും ഹീറ്റിംഗ് ഇഫക്റ്റ് കുറയുകയും ചെയ്യും. അതിലൂടെ വോൾട്ടേജ് നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇവിടെ ഇത് പറയാൻ കാരണം നമുക്കൊരു കാര്യം മനസ്സിലാക്കാനാണ്, നമുക്ക് എനർജിയെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഫേമസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനി നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, നമുക്കറിയാം എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. റെസിസ്റ്റൻസ് നമ്മൾ നിയമം പഠിക്കുമ്പോൾ ഓംസ് ലോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹീറ്റിംഗ് എഫക്റ്റ് വരയ്ക്കുമ്പോൾ ജൂൾസ് ലോ ഉണ്ട്. ജൂൾസ് ലോ, ജെയിംസ് പ്രസ്ക്യൂട്ട് ജൂൾ എന്നുള്ള സയൻറ്റിസ്റ്റ് ഇതിനെക്കുറിച്ച് ഗഹനമായ പഠനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജൂൾസ് ലോ എന്ന് പറയുന്ന ഒരു നിയമവും നമുക്കിവിടെ പഠിക്കാനുണ്ട്. എന്താണ് നമുക്ക് അതിനു മുമ്പ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ഏത് കാര്യങ്ങൾ നടക്കണമെങ്കിലും എനർജി ഫ്ലോ ചെയ്യണമെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ എൻ പോയിൻറ്റ്സിൽ അല്ലെങ്കിൽ സർക്യൂട്ടിൻ്റെ എൻ പോയിൻറ്റ്സിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. ദർ മസ്റ്റ് ബി എ ഡിഫറൻസ്, ദെൻ ഓൺലി ഫ്ലോ. ഇവിടെ ഏത് ഡിഫറൻസാണ് വരിക? പൊട്ടൻഷ്യാലിറ്റി. ആ പൊട്ടൻഷ്യലിൽ ആ ഒരു അഗ്രത്തിലുണ്ടാകുന്ന ആ ഒരു കപ്പാസിറ്റി ഓഫ് ഫ്ലോയിങ് കപ്പാസിറ്റി, അതായത് ഡിഫറൻസ്, ഹയർ പൊട്ടൻഷ്യലും ലോവർ പൊട്ടൻഷ്യലും ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ ലോവർ പൊട്ടൻഷ്യൽ വരുമ്പോൾ അവിടെ ഒരു ഫ്ലോ ഓഫ് എനർജി ഉണ്ടാവും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ വോൾട്ട് എന്ന് പറയും. അങ്ങനെ ആ വോൾട്ട് എത്രയാണ്, ആ വോൾട്ടിനനുസരിച്ചിട്ട് എത്ര ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്, ആർ എത്രയുണ്ട്, ഇതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അതിൻ്റെ ഫ്ലോ ഓഫ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എത്രയാണെന്ന് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ കറണ്ടാണ്. ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. ആർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ കറണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് അളക്കാനായിട്ട് വോൾട്ട് മീറ്റർ നമ്മൾ അതിൽ ഘടിപ്പിച്ചാൽ മതി. കറണ്ട് അളക്കാനായിട്ട് അമ്മീറ്ററും ഘടിപ്പിക്കുക. അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടും വോൾട്ട് മീറ്റർ പാരലായിട്ടുമാണ് സീരീസിൽ നമ്മൾ സർക്യൂട്ടിൽ കണക്റ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലൂടെ കടന്നു പോയിട്ട് വേണം നമുക്ക് ജൂൾസ് ലോയിലേക്ക് എത്താൻ. എന്താണ് ജൂൾസ് ലോ? നമുക്കറിയാം, ഇഫ് ദ അമ്മീറ്റർ ഡിനോട്ട്സ് I ampere current when voltage V is applied across R. എന്താ പറഞ്ഞത്? അമ്മീറ്റർ ഡിനോട്ട്സ് I ampere current. I ampere current നമ്മൾ അമ്മീറ്ററിൽ കാണപ്പെടുകയാണെങ്കിൽ, വോൾട്ടേജ് V ആണെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് R ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും കറണ്ട് I is equal to Q by T. കറണ്ട് I is equal to Q by T. Q by T. The charge flowing through the conductor for T seconds. T സെക്കൻഡിലൂടെ ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന ചാർജ്, ദാറ്റ് ഈസ് Q. Q is the charge. Q is equal to I into T. Q is equal to intensity of flow into time. അതാണ് I into T. ഇവിടെ നമ്മൾ ഒരു പ്രത്യേക പോയിന്റിലൂടെ കടന്നു പോകും. ഇഫ് ദ വർക്ക് ഡൺ ടു മൂവ് 1 coulomb charge from one point to another is 1 joule, then the potential difference between the point is 1 volt. ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ സാധാരണ പഠിച്ചിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഇഫ് ദ വർക്ക് ഡൺ ടു മൂവ് 1 coulomb charge from one point to another, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, ഈസ് 1 joule, then the potential difference between the points is 1 volt. അപ്പോൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് n പോയിന്റ്സിൽ ഉണ്ടാവണമെങ്കിൽ അതിലൂടെ 1 ജൂള് എന്തുണ്ടാവണം? 1 ജൂള് വർക്ക് അവിടെ ചെയ്തിരിക്കണം. എങ്ങനെ?
1 കുളോംബ് ചാർജ് അതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 1 കുളോംബ് ചാർജ് പാസ് ചെയ്ത് അവിടെ 1 ജൂള് ഹീറ്റ് അല്ലെങ്കിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചാൽ അപ്പോൾ ആ എൻ പോയിന്റ്സിൽ ഉണ്ടാകുന്നത് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആയിരിക്കും. ഇതാണ് 1 വോൾട്ട്. ഇനി വീണ്ടും നമുക്ക് അതിനെ ഒന്നും കൂടി ചിന്തിച്ചാൽ the work done to move 1 coulomb charge through 1 volt potential difference. The work done, അവിടെ ചെയ്യുന്ന പ്രവൃത്തി, the work done to move, ചലിപ്പിക്കാനായിട്ട് 1 coulomb charge through 1 volt potential difference is equal to 1 joule. അത് 1 ജൂൾ ആയിരിക്കുകയും ചെയ്യും. അതായത് W is equal to Vj. W is equal to V into J. The work done to move Q coulomb charge through V potential difference, W is equal to Q into V. W is equal to Q into V. So again the power given to the circuit in T second. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഇതിനൊരു വർക്ക് കൊടുക്കാനായിട്ട് നമ്മളൊരു സെല്ല് കൊടുക്കണം, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ബാറ്ററി കൊടുക്കണം. ആ ബാറ്ററി കൊടുക്കുമ്പോഴാണ് അതിലൂടെ ചാർജ് വരിക. അപ്പോൾ ദ പവർ ഗിവൺ ടു ദ സർക്യൂട്ട്, ആ സർക്യൂട്ടിൽ ഒരു പവർ കൊടുക്കണം. അത് T സെക്കൻഡിൽ കൊടുക്കുന്ന പവർ P ആണെങ്കിൽ ദാറ്റ് P ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം, W/T. P ഈസ് ഈക്വൽ ടു W/T. ദാറ്റ് ഈസ് W is equal to Q into V. Already discussed that W is equal to Q into V. So power is equal to V into Q by T. VQ by T. But enna namakkariyam I is equal to Q by T. I is equal to charge by time. So we can say P is equal to V into I. So P is equal to voltage into I, intensity of current. So power is equal to voltage into current. The energy given to the circuit by the battery in T second. The energy given to the circuit by the battery in T second is equal to P into T, power into time, is equal to V into I into T, VIT. PT is equal to VIT. ഇതാണ് ഒരു ബാറ്ററിയിലൂടെ കൊടുക്കുന്ന പവർ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. PT is equal to VIT. അപ്പോൾ ക്ലിയർ ആണ്. PT is equal to VIT എന്ന് പറഞ്ഞാൽ the circuit, the nichrome wire converts the energy expended by the battery into heat energy. ഇവിടെ ഉപയോഗിക്കുന്ന നിക്രോം കമ്പി, കോപ്പർ എന്നുള്ളത് നല്ല കണ്ടക്ടറാണ്, നിക്രോം നല്ല കണ്ടക്ടർ അല്ല, റെസിസ്റ്റൻസ് കൂടുതലുള്ളതാണ്. നിക്രോം വയർ നമ്മളൊരു സർക്യൂട്ടിൽ ഘടിപ്പിച്ചാൽ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം അവിടെ നല്ല റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ നല്ല വർക്ക്, ചാർജിനെ പാസ് ചെയ്യുമ്പോൾ ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് കൊടുക്കാനായിട്ട് നല്ല ഒരു വർക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. ആ വർക്ക് ചെയ്യുന്നതാണ് ഹീറ്റായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. സോ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും, H is equal to VIT. That power is called heat, that is work, that is H. Heat is equal to V into I into T, voltage into current into time. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും PT is equal to VIT. So H is equal to VIT. ഇതാണ് ശരിക്ക് ഹീറ്റ്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ സർക്യൂട്ടിൽ വെച്ചാൽ അതിൽ നിന്ന് ഹീറ്റ്, ഇലക്ട്രിക് എനർജി ചേഞ്ച് ഇൻ ടു ഹീറ്റ്. ആ ഹീറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു വർക്ക് ഉണ്ടാവും, അവിടെ ഒരു എനർജി ട്രാൻസ്ഫർമേഷൻ നടക്കും. ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്ക് ഒരു ചാർജ് പാസ് ചെയ്യപ്പെടും. അതിന് കൊടുക്കുന്ന ഇഫക്റ്റ്, അതിൻ്റെ വർക്ക്, ആ ചെയ്യുന്ന വർക്ക്, ആ പ്രവൃത്തിയാണ് ഹീറ്റ് എനർജി ആയിട്ട് പുറത്തേക്ക് വരിക. സോ H is equal to എന്താ പറയുക, നമുക്ക് H is equal to V into I into T. ഇതാണ് നമ്മൾ ആദ്യം അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും ഒരു തരത്തിലേക്ക് പോയാൽ ഓംസ് ലോ. വാട്ട് യു മീൻ ബൈ ഓംസ് ലോ? ഓംസ് ലോ എന്ന് പറഞ്ഞാൽ V is equal to IR, voltage is equal to I into R.
ദിസ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി. ഈ ഓംസ് ലോവിനെ നമ്മൾ എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടിയിൽ സബ്മിറ്റ് ചെയ്താൽ എച്ച് ഇസ് ഈക്വൽ ടു ഐ ആർ ഇൻറ്റു ഐ ടി. എച്ച് ഇസ് ഈക്വൽ ടു ഐ ആർ ഇൻറ്റു ഐ ടി. സോ ഐ സ്ക്വയർ ആർ ടി. സോ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ ഹീറ്റ് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ ടി. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ജൂൾസ് ലോ. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും, ഒരു ഒബ്ജക്റ്റിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നമുക്ക് അത് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എച്ച് അല്ലെങ്കിൽ അവിടെ ചെയ്യപ്പെടുന്ന വർക്ക് ഐ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്നുള്ള ഇക്വേഷനിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്നുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് ടൈം, ഐ സ്ക്വയർ ആർ ടി. ഇതാണ് നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാൻ സാധിക്കുക. ഇതാണ് നമ്മുടെ ജൂൾ നിയമം എന്ന് പറയുന്ന സംഗതിയും. അപ്പം നമുക്ക് ജൂൾസ് ലോയിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ് എന്നാണ് അതിനെ പറയുക. ജൂൾസ് ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ്സ്. ദെൻ ജൂൾസ് ലോ, the quantity of heat produced when current is passed through a conductor is directly proportional to the product of the square of the current, resistance and time for which the current flows. Once more, the quantity of heat produced when current is passed through a conductor is directly proportional to the product of the square of the current, resistance and time for which the current flows. അതായത് ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ്, താപം, അവിടുത്തെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വർഗത്തിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും സമയത്തിൻ്റെയും ഗുണിതത്തിന് നേരനുപാതത്തിലായിരിക്കും എന്നർത്ഥം. അത് വ്യക്തമായി പ്രവചിച്ച് തന്നത് ജെയിംസ് പ്ലസ്ക്യൂ ജൂളാണ്. അതുകൊണ്ട് അതിനെ ജൂൾസ് ലോ എന്ന് പറയും. അപ്പോൾ എച്ച് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി, ദാറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ജൂൾ. ഐ ഇസ് ഈക്വൽ ടു കറണ്ട്, ദാറ്റ് ഈസ് ഇൻ ആംബിയർ. R is equal to resistance in ohm, T is equal to time in second. അപ്പോൾ H is equal to I square RT. അപ്പോൾ അവിടെ ചെയ്യുന്ന വർക്ക് മനസ്സിലായല്ലോ. H is equal to I square RT. ക്ലിയർ ആണ്. ഇനി നമുക്കിവിടെ ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്, ഇപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ അത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതുപോലെ റെസിസ്റ്റൻസ് കുറച്ചാൽ എന്ത് സംഭവിക്കും. റെസിസ്റ്റൻസ് നമുക്ക് ഇരട്ടിയാക്കാമെന്ന് വിചാരിക്കാം. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ്. റെസിസ്റ്റൻസ് നമ്മൾ ഡബിൾ ആക്കണം, ഇരട്ടിയാക്കണം, 2 ടൈംസ് ആക്കണം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഹീറ്റ് ജനറേറ്റഡ്? 2 ഐ സ്ക്വയർ ആർ ടി ആവും. 2 ഐ സ്ക്വയർ ആർ ടി, അതായത് ഹീറ്റ് വിൽ ബി ട്വൈസ്, ഹീറ്റ് ഇരട്ടിയാവും എന്നർത്ഥം. റെസിസ്റ്റൻസ് വിൽ ബി റെഡ്യൂസ്ഡ് ടു ഹാഫ്, പകുതിയാക്കാൻ നമുക്ക്. റെസിസ്റ്റൻസ് പകുതിയാക്കുമ്പോൾ ഐ സ്ക്വയർ ആർ ബൈ 2 ടി, ഹീറ്റ് എച്ച് ബൈ 2 ആവും, പകുതിയാവും എന്നർത്ഥം. ഹീറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടു ഹാഫ്. ആൻഡ് നമുക്ക് റെസിസ്റ്റൻസിന് പകരം കറണ്ട് നോക്കാം. നമുക്ക് ഐ നമുക്ക് ട്വൈസ് ആക്കാം, 2i. കറണ്ട് 2i ആക്കുക, ട്വൈസ് ആക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? 2i square RT, that is 4 times. Heat will be converted into 4 times. 4 മടങ്ങായിട്ട് മാറും. ഇനി വീണ്ടും അതിനെ നമ്മൾ പകുതിയാക്കുക, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഹാഫ് ആക്കുക, റെഡ്യൂസ് ടു ഹാഫ്. സോ that is I by 2 square RT, that is 1/4. 1/4 ആയിട്ട് ഹീറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടു 1/4 എന്നർത്ഥം. അപ്പോൾ നമുക്കിതിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ സമയത്തിനെ നമ്മൾ ട്വൈസ് ആക്കി കഴിഞ്ഞാൽ ഹീറ്റ് വിൽ ബി ട്വൈസ്ഡ്.
സമയത്തിന് നമ്മൾ റെഡ്യൂസ് ടു ഹാഫ് ആണെങ്കിൽ ഹീറ്റ് വിൽ ബി ഹാഫ്. അപ്പോൾ ഇതിൻ്റെ ബന്ധം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്. H is equal to I square RT is called heating effect of that particular object. ഇനി നമ്മളിവിടെ പറയുന്നത്, നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്സ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സർക്യൂട്ടിൽ നമുക്കറിയാം എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള നാച്ചുറൽ റെസിസ്റ്റൻസ് ഈസ് ദർ. പക്ഷെ നമുക്ക് സർക്യൂട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രതിരോധം കിട്ടണമെങ്കിൽ അവിടെ നമുക്ക് റെസിസ്റ്റേഴ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റെസിസ്റ്റൻസിനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും? വളരെ ക്ലിയർ ആണ്. റെസിസ്റ്റൻസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. അപ്പോൾ അവിടെ സീരീസ് ആയിട്ടും പാരലായിട്ടും നമ്മൾ ക്രമീകരിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പ്രതിരോധം അതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ദ ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി ഇൻക്രീസ്ഡ്. അതിലൂടെ കടന്നു പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റർ, ഓരോ റെസിസ്റ്ററിലൂടെയും കൊടുക്കുന്ന കറണ്ട് തുല്യമായിട്ട് കടന്നു പോകുമ്പോൾ ആ ഫ്ലോ ഓഫ് കറണ്ട് വിൽ ബി റെഡ്യൂസ്ഡ് ഡ്യൂ ടു ദി സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ആ റെസിസ്റ്റേഴ്സ് സീരീസിലായിട്ട് കടന്നു പോകുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് വിൽ ബി ഇൻക്രീസ്ഡ്. അതായത് R is equal to R1 plus R2 plus R3 എക്സെട്ര. ഇനി തിരിച്ച് ഈ റെസിസ്റ്റേഴ്സിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുക, സമാന്തരമായിട്ട് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ദ ടോട്ടൽ റെസിസ്റ്റൻസ്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി റെഡ്യൂസ്ഡ്. ദാറ്റ് ഈസ് 1/R is equal to 1/R1 plus 1/R2 plus 1/R3. ദാറ്റ് മീൻസ് നമുക്ക് റെഡ്യൂസ്, അതായത് നമ്മുടെ പ്രതിരോധത്തെ എത്ര കണ്ട് കുറയ്ക്കണോ അത്രയും കുറച്ചുകൊണ്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ സാധിക്കും. റെസിസ്റ്റൻസ് കൂട്ടണമെങ്കിൽ, ഇൻറ്റൻസിറ്റി ഓഫ് ഫ്ലോ കുറയ്ക്കണമെങ്കിൽ റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എത്ര പ്രതിരോധങ്ങൾ വേണമെങ്കിലും, എത്ര പ്രതിരോധത്തിലുള്ള സർക്യൂട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നർത്ഥം. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, റെസിസ്റ്റേഴ്സിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം V is equal to IR is equal to IR1 plus IR2. അവിടെ ആ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് റെസിസ്റ്റൻസിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 plus R2 ആയിരിക്കും അർത്ഥം. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി ഓൾവേസ് ഇൻക്രീസ്ഡ്. ഇനി ഇവിടെ നമ്മൾ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് n ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ, അത് സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R is equal to N into R. അപ്പോൾ എത്ര റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് വയ്ക്കുന്നുവോ അതേ ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു N into R is equal to total resistance. So effective resistance will be increased. The next step, parallel connection ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ I is equal to V by R, I1 is equal to V by R1, I2 is equal to V by R2. അവിടെ ആ വോൾട്ടേജ് ആണ് അവിടെ വ്യത്യാസപ്പെടുക. അതുകൊണ്ട് V by R is equal to V by R1 plus V by R2 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിൻ കറണ്ട് I is split into branches. പാരലൽ കണക്ഷൻ വരുമ്പോൾ മെയിൻ കറണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഓരോ ബ്രാഞ്ചസിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നർത്ഥം. അതുകൊണ്ട് അവിടെ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് വിൽ ബി ടോട്ടലി റെഡ്യൂസ്ഡ്. അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ ഹൗസ് കണക്ഷൻ ചെയ്യുമ്പോൾ പാരലൽ കണക്ഷൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഓരോ റൂമിലേക്കും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്കും കറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് കൊടുക്കാനും വോൾട്ടേജിനെ ക്രമീകരിക്കാനും നമുക്ക് പാരലൽ കണക്ഷൻ കൊണ്ട് സാധിക്കുകയും ചെയ്യും. യെസ്, അപ്പോൾ 1/R is equal to 1/R1 plus 1/R2, or resistance R is equal to R1 R2 by R1 plus R2.
R1 R2 ബൈ R1 പ്ലസ് R2. ഇവിടെ നമുക്ക് റെസിസ്റ്റേഴ്സ് ഓഫ് ദി സെയിം വാല്യൂ ആർ, ഒരേ റെസിസ്റ്റൻസ് ഉള്ള n നമ്പർ റെസിസ്റ്റേഴ്സ്, ഒരേ റെസിസ്റ്റൻസ് ഉള്ള n നമ്പർ റെസിസ്റ്റേഴ്സ് സീരീസിൽ R is equal to n into R എന്ന് പറഞ്ഞതുപോലെ പാരലൽ കണക്ഷനിൽ, സമാന്തര കണക്ഷനിൽ നമ്മൾ ഒരേ റെസിസ്റ്റൻസ് R ഉള്ള പ്രതിരോധകങ്ങൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് പറയാൻ സാധിക്കുക R is equal to R by N. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റർ എങ്ങനെയാണ് സർക്യൂട്ടിൽ ഇഫക്റ്റ് കാണിക്കുക എന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്കതിൻ്റെ സേഫ്റ്റി ഫ്യൂസ്, പവർ, ലൈറ്റിംഗ് ഇഫക്റ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.